മിസ്രിലെ രാജൻ അസീസിൻദാരംബ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തേ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ സൂക്ക് വാക്കിഫിലാണ് കേട്ടോ. എല്ലാ റമലാനും ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ അവിടെ നോമ്പ് തുറക്കാനായിട്ട് പോവാറുണ്ട്. ഒരു 4:30 ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഖത്തറില് റമദാൻ സമയത്ത് നോമ്പ് തുറക്കുന്നതിന് മുമ്പായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ട്രഡീഷൻ ഉണ്ട്. പീരങ്കി വെച്ചിട്ട് ഒരു മുഴക്കം ഉണ്ടാക്കും, അതിനുശേഷം ബാങ്ക് വിളിക്കും. അപ്പൊ ഈ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കാൻ സമയമായി എന്നതാണ് കേട്ടോ. ഇത് ഖത്തറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റമദാൻ ട്രഡീഷൻ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ റമദാനും നമ്മൾ ഒരു വട്ടെങ്കിലും അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാറുണ്ട് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ തന്നെ അതിന് ചുറ്റും നല്ല രീതിയിൽ ആൾക്കാർ നിന്ന് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. നല്ല തിരക്കുണ്ടാവും. 4:45 സമയമാകുമ്പോഴത്തേനും അവര് കുട്ടികൾക്കെല്ലാം ടോയ്സ് കൊടുക്കോട്ടാ. ഇത് ഒരു ദിവസമല്ല, റമദാൻ 30 അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അന്ന് അവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവർ ടോയ്സ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇഫ്താർ കിറ്റ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ആ മുഴക്കം അത്ര അടുത്തു നിന്ന് കേൾക്കണോണ്ട് തന്നെ ചുവട്ടിൽ വെക്കാനായിട്ട് അവരൊരു സാധനം കൂടെ തരാറുണ്ട്. 4:45 ഈ ടോയ്സും അതുപോലെ ആ ചുവട്ടിൽ വെക്കണ ഇതും കിട്ടാറുള്ളത്. നമ്മൾ 4:45 കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. റമദാനിൽ എല്ലാ ദിവസവും ഇത് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പെരുന്നാളെന്ന് അറിയിക്കുന്ന സമയത്തും ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ആദ്യം അനൗൺസ് ചെയ്യാറുള്ളത്. പെരുന്നാൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യമല്ല, ഒരു 3-4 പ്രാവശ്യം അടുപ്പിച്ച് ആ മുഴക്കം ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ആ പീരങ്കിയും അത് പൊട്ടണതും ഒക്കെ നേരിട്ട് അടുത്ത് നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. ഈ സൂക്ക് വാക്കിഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും അത്ഭുതത്തോടുകൂടെ തന്നെയാണ് കേട്ടോ നോക്കി കാണാം. അത്ര ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനും ഇതിൻ്റെ പുറത്തും ഒക്കെ. ഇതാ കണ്ടില്ലേ, ഇതിന് ചുറ്റും നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. നല്ല തിക്കും തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ആ കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്ന ടോയ്സ് കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ വന്ന കുട്ടികൾക്ക് അവർ കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇപ്പം അവർ നമുക്ക് ഇഫ്താർ കിറ്റ് തന്നു തുടങ്ങും. ആ ടേബിൾ മേരിക്കണില്ലേ, അതാണ് കേട്ടോ അവർ കൊടുക്കുന്ന ഇഫ്താർ കിറ്റ്. അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അവരിത് എത്തിക്കാറുണ്ട്. ചില ആൾക്കാർ ഇഫ്താർ കിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിന്ന് പോകട്ടെ. ചില കുട്ടികൾക്കൊന്നും ഇതിൻ്റെ സൗണ്ട് അത്ര പറ്റൂലല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ ഇതുപോലെ വന്ന് നോമ്പ് തുറക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഇഫ്താർ കിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഈ ഇരിക്കുന്ന ടേബിളും ഇതെല്ലാം ഇവിടുന്ന് ഒഴിവാക്കും. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഇഫ്താർ കിറ്റ്. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഒരു രീതി ഇപ്പോഴും ഖത്തർ നിലനിർത്തിക്കൊണ്ട് പോണതാണ്. ഇത് വെച്ചിട്ട് മുഴക്കം കേട്ട ഉടനെ തന്നെ പള്ളികളിൽ ബാങ്കും കേൾക്കും. അങ്ങനെ അവിടെ നിന്ന് ഇതെല്ലാം എടുത്തു മാറ്റാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കോ ഇതിന്റെ അടുത്തേക്കോ പോവാൻ പറ്റില്ല. ചുറ്റും ഇതുപോലെ ഗേറ്റ് പോലെ വെച്ചിരിക്കുന്ന കണ്ടില്ല, അതിന്റെ പുറത്തായിട്ടാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ഖത്തറുടെ കൊച്ചിനെയാണ് ആ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അതിന്റെ അടുത്ത് നിർത്തി കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണുണ്ടായിരുന്നത്. അപ്പൊ ക്ലോക്കിൽ സമയം ഇങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സമയം അടുക്കാറാവുമ്പോൾ അവരിത് സെറ്റ് ചെയ്തൊക്കെ തുടങ്ങോട്ടാ. കഴിഞ്ഞ റംലാന് ഞങ്ങൾ ലാസ്റ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്നേരം ഇതൊക്കെ കണ്ട് നമ്മൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അന്ന് തന്നെ പെരുന്നാളാണെന്നുള്ള അനൗൺസ്മെന്റും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ആദ്യത്തെ ചാനലില്ലേ, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും വീട്ടിൽ തന്നെ അല്ലാട്ടോ നോമ്പ് തുറക്കാറുള്ളത്. ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാറുണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും നമുക്ക് ചാനലൊക്കെ ഇല്ലേ, അപ്പം നമ്മൾ അത് നേരിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമ്മൾ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതാ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതിന് ഇവർ ഇപ്പം തന്നെ ഇവിടെ നിന്ന് മാറ്റും. ഇത് മുഴക്കം വന്ന ഉടനെ തന്നെ ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നതും കേൾക്കാം.
അപ്പോൾ ഇതാ ബാങ്കും കൊടുത്തു. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളെല്ലാ റമദാനും ഇതുപോലെ വരാറുണ്ട്. ഈ സമയത്ത് അവിടെ നിന്നുകൊണ്ട് എല്ലാവരും നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് കിട്ടിയ ആ ഇഫ്താർ കിറ്റിന് നമ്മൾ ആദ്യം തന്നെ വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കാനാണ് നോക്കുന്നത്. നല്ല തിരക്കാണ് കേട്ടോ ഈ ഒരു സമയത്ത്. ആദ്യം വെള്ളം എടുത്തിട്ട് നമ്മൾ അവിടെ ഇരുന്ന് നോമ്പ് തുറക്കട്ടെ. അതിനുശേഷം ഒന്ന് മാറി നിന്നിട്ട് ബാക്കി അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. ഈ ഇഫ്താർ കിറ്റിൽ ഭയങ്കരമായിട്ടൊന്നും ഉണ്ടാവില്ല. ആ ഒരു നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളാണ് ഉണ്ടാവുക. ഇതിനകത്ത് ഒരു ക്യൂബേക്കിന്റെ ചീസ് പഫ് ഉണ്ടാവും, ലെബൻ ഉണ്ടാവും, ഒരു കുപ്പി ജ്യൂസ് ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, അതുപോലെ തന്നെ ഈത്തപ്പഴം ഉണ്ടാവും. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു കഫ്റ്റീരിയയിൽ നിന്ന് സ്നാക്സ് വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്നാക്സും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് അതൊക്കെ മേടിച്ച് അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ സ്ഥിരമായിട്ട് നട്ട്സ് ഒക്കെ വാങ്ങുന്ന ഒരു ഷോപ്പുണ്ട് സൂക്കിൽ. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് നേരെ ഇപ്പം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആ പള്ളിയിലാണ് കേട്ടോ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറുന്നത്. ഇപ്പോൾ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ ഫോൺ വെച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പള്ളിയുടെ ഉൾവശം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ക്യാമറ അലൗഡ് ആണോ ഒന്നും അറിയില്ല. നല്ല ഭംഗിയാണ് കേട്ടോ ഈ പള്ളിയുടെ ഉൾവശം കാണാനായിട്ട്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോണത്. വീട്ടിലെത്തിയ ശേഷം ഞങ്ങൾ പിന്നെ വീണ്ടും ഒരു 8:30 ആയപ്പോൾ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ചിങ്ങായിട്ട് നേരെ നെഹദി മന്തിയിൽക്കാണ് കേട്ടോ പോയത്. അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പോയി എടുത്തുകൊണ്ട് വന്നു. ഇന്നത്തെ റമദാന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.